സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ജ്യോതിസ് ചെറുശ്ശേരിൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് കൂടരഞ്ഞി ഇടവകയുടെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഞാൻ സേവനം ചെയ്യുന്നു. 10 മാസത്തോളമായി ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ധാരാളമായ ദൈവാനുഗ്രഹങ്ങളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. 1300ഓളം കുടുംബങ്ങൾ വരുന്ന ഈ ഇടവക 5 ദിവസമായിട്ട് പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് ഞാൻ സന്തോഷത്തോടു കൂടെ അറിയിക്കുകയാണ്. ധാരാളം ദൈവാനുഗ്രഹങ്ങളുള്ള ഈ ദിവസങ്ങളുടെ അവസാന ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ധാരാളം ആളുകൾ കുമ്പസാരിക്കുകയും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയും സ്നേഹത്തോടുകൂടെ മറ്റുള്ളവരെ കരുണയോടുകൂടെയും മറ്റുള്ളവരെ കാണുകയും ചെയ്യുന്ന നേരിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനായിരിക്കുന്നത്. ഈ ഇടവകയിൽ സേവനം ചെയ്യാൻ സാധിച്ചതും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഈ വചനാഭിഷേകത്തിനെ ഒന്നുകൂടി നനവുള്ളതാക്കുവാൻ, ഒന്നുകൂടി ഒരു കുളിർത്തന്നൽ പോലെ നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ് രൂപതാധ്യക്ഷന് പകരമായി, അഭിനന്ദ പിതാവ് സ്ഥലത്തില്ല, അതിന് പകരമായിട്ടാണ് രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയ്സ് വയലിലച്ഛൻ ഇവിടെ ആയിരിക്കുക. പ്രിയപ്പെട്ട ജനറാളച്ഛനെ നമ്മളുടെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് നമ്മളുടെ ധ്യാന ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും പേരിൽ, ഇടവകയിലെ ഓരോ മക്കളുടെയും പേരിൽ ഹൃദയപൂർവ്വം ജോയ്സ് അച്ഛനെ സ്നേഹപൂർവ്വം നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ജോൺ ഒർവങ്കര അച്ഛനും ആണ് ഈ റൂബി ജൂബിലിയുടെ പരിപാടിയുടെ ഭാഗമായി ഇതുപോലെ വചനമഴയുടെ നിറവുള്ള പോപ്പുലർ മിഷൻ ധ്യാനം നടത്തണമെന്ന് തീരുമാനിച്ചത്. അച്ഛനും ഉടനെ ഇടവകയിലെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് പോകാനുണ്ടെങ്കിലും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ജോണച്ചനെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈശോയിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിയച്ച, പ്രിയ ബഹുമാനപ്പെട്ട ജോൺ ഒർവങ്കരച്ച, ജോജോ മാരിപ്പാട്ടച്ചൻ്റെ നേതൃത്വത്തിലുള്ള പോപ്പുലർ മിഷൻ ധ്യാന ടീമിലെ ബഹുമാനപ്പെട്ട വൈദികരെ, ഡീക്കന്മാരെ, പ്രേക്ഷിതരെ, വികാരിയച്ഛൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായി ദൈവകൃപയുടെ 6 ദിവസങ്ങളാണ് കഴിഞ്ഞു പോകുന്നതെന്ന്. ദൈവാനുഗ്രഹം നിറഞ്ഞ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. വലിയ മാനസാന്തരത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ, ദൈവകൃപയുടെ ഒരവസരമായി ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. റൂബി ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ഇത്ര മനോഹരമായ ഒരു ധ്യാനം ഇവിടെ നടത്തിയ ജോജോ മാരിപ്പട്ടച്ചനും അച്ഛൻ്റെ ടീം അംഗങ്ങളെയും ഈ അവസരത്തിൽ താമരശ്ശേരി രൂപതയുടെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും അനുമോദനങ്ങൾ അറിയിക്കുകയുമാണ്. ഞാൻ വന്നപ്പോൾ ജോണിയച്ചൻ എന്നോട് പറഞ്ഞത്, ഇതുവരെ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ ഏറ്റവും മനോഹരമായി കൃപ വർഷിക്കപ്പെട്ട ധ്യാനമാണ് കൂടരഞ്ഞിയിലേതെന്നാണ്. ഇത്ര നല്ല വിധത്തിൽ ഈ ധ്യാനം ഇവിടെ സജ്ജീകരിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും കൈക്കാരന്മാരെയും എല്ലാ പ്രേക്ഷിതരെയും ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, അതുപോലെ നിങ്ങളെല്ലാവരുടെയും നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ ധ്യാനം ഇത്ര വലിയ വിജയമാക്കി മാറ്റിയത്. നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്.
ധ്യാനത്തിൻ്റെ പ്രഘോഷണം മാത്രമേ ഇവിടെ അവസാനിക്കുന്നുള്ളൂ. ഇവിടെ വച്ച് ഇന്ന് നമ്മളൊക്കെ ഒരു പുതിയ തുടക്കം കുറിക്കണം. കേട്ട വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാനായിട്ട്, സുവിശേഷങ്ങളായിട്ട് നമ്മളൊക്കെ ജീവിക്കുവാനായിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ ദിനം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് എവിടെ തുടങ്ങണമെന്ന് ആലോചിച്ച് വചനം തുറന്നപ്പോൾ മലയിലെ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് വീണ്ടും എങ്ങനെ ഉറകൂട്ടും? പുറത്തേക്ക് എറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശമാകട്ടെ. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശമാകട്ടെ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ ഈശോ സുവിശേഷത്തിലൂടെ നമ്മോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. പ്രകാശം അത് വെളിച്ചം പകരുന്നത് ഒരിക്കലും പ്രകാശത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവം ആദ്യം സൃഷ്ടിച്ചതിലൊന്നായിരുന്നു പ്രകാശം. 1-ാമത്തെ ദിവസം തന്നെ ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചു. എന്നാൽ രസകരമായൊരു കാര്യമുണ്ട്. പ്രകാശത്തിൻ്റെ സ്രോതസ്സായ സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ദൈവം സൃഷ്ടിക്കുന്നത് 4-ാമത്തെ ദിവസമാണ്. പ്രകാശത്തിൻ്റെ സ്രോതസ്സുകളെ ദൈവം 4-ാമത്തെ ദിവസം സൃഷ്ടിച്ചെങ്കിൽ പ്രകാശത്തെ എങ്ങനെയാ 1-ാം ദിവസം പ്രകാശമുണ്ടാകുക? അപ്പോൾ നമ്മൾ കാണുന്ന പ്രകാശത്തിനപ്പുറത്തുള്ള മറ്റേതോ ഒരു പ്രകാശം, ദൈവത്തിൻ്റെ ചൈതന്യമാണ് ആ പ്രകാശം. സൃഷ്ടികൾക്കൊക്കെ മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു ചൈതന്യമായ പ്രകാശത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. നമുക്കറിയാം, പ്രകാശം, ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നത് വെളിച്ചമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി നൽകുന്ന വെളിച്ചം കൊണ്ടാണ് നമ്മളെയൊക്കെ പരസ്പരം കാണുന്നത്. ഞാൻ എൻ്റെ ശരീരത്തെ കാണുന്നത് ഈ ഇലക്ട്രിസിറ്റി നൽകുന്ന, അല്ലെങ്കിൽ സൂര്യൻ നൽകുന്ന ആ വെളിച്ചം കൊണ്ടാണ്. എന്നാൽ ഈശോ സൂചിപ്പിച്ച പ്രകാശം അത് മറ്റൊരു പ്രകാശമാണ്. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സൂര്യൻ നൽകുന്ന പ്രകാശം എനിക്കെൻ്റെ ആകൃതിയെ കാണാൻ സാധിക്കുമെങ്കിൽ എനിക്കെൻ്റെ പ്രകൃതത്തെ, എൻ്റെ പ്രകൃതിയെ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രകാശമുണ്ട്. അതാണ് ദൈവികമായൊരു പ്രകാശം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഇന്നർ കാഴ്ച, അല്ലെങ്കിൽ ആന്തരികമായൊരു കാഴ്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ ഒരു പ്രകാശത്തെക്കുറിച്ചാണ് ഈശോ നമ്മോട് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. അത് കൂടുതൽ വ്യക്തമാകുന്നത് വെളിപാടിൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിലാണ്. 22-ാം അധ്യായം 5-ാം വചനത്തിൽ, ഇനി മുതൽ സന്ധ്യയുണ്ടാകില്ല, ദൈവം വെളിച്ചം തന്നില്ലെങ്കിലും സൂര്യൻ പ്രകാശത്തില്ലെങ്കിലും ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടിയുള്ള ദൈവമായ കർത്താവ് നിങ്ങളെ പ്രകാശിപ്പിക്കുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ദൈവത്തിൽ നമ്മളൊക്കെ പ്രകാശിക്കുന്നവരാകണം. എങ്ങനെ പ്രകാശിക്കുമല്ലേ? ജെറീക്കോയുടെ പാതയോരത്തിരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന തിമേയോസിന്റെ പുത്രനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു വെക്കുന്നുണ്ട്. അന്ധനായ ആ മനുഷ്യൻ ഈശോ കടന്നു പോയപ്പോഴെങ്ങനെ ഈശോയെ തിരിച്ചറിഞ്ഞത്? ആ മനുഷ്യന് കാഴ്ചയുണ്ടായിരുന്നില്ല. പക്ഷേ കടന്നു പോകുന്നത് കർത്താവാണ്, തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. എവിടെ നിന്നാ അവന് കാഴ്ച കിട്ടിയത്? അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടായിരുന്നില്ല, പ്രകാശമുണ്ടായിരുന്നില്ല. അതാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്ന പ്രകാശം. അവൻ വിളിച്ചപേക്ഷിച്ചു. കടന്നു പോകുന്നവൻ തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ വിളിച്ചപേക്ഷിക്കുക, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്.
ഈശോ അവന് വേണ്ടി നിന്നു എന്നല്ലേ സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഓർക്കണം, ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിൻ്റെ നടുവിലാണ്. ജനക്കൂട്ടം മുഴുവൻ അവനെ തിക്കിക്കൂട്ടുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിൻ്റെ നടുവിൽ ഈശോ അവന് വേണ്ടി നിന്നു കൊടുക്കുകയാണ്. അവൻ ഉച്ചത്തിൽ വിളിച്ചപ്പോൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് പലരും അവൻ്റെ വായ് പൊത്തിയിരുന്നു. പക്ഷേ ഈശോ അവന് വേണ്ടി നിന്നു. ഒറ്റപ്പെട്ടവൻ്റെ നിലവിളി, പാവപ്പെട്ടവൻ്റെ നിലക്കുഴി ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിനിടയിൽ വെച്ച് കേട്ടുകൊണ്ട് അവന് വേണ്ടി ഈശോ നിന്നു കൊടുക്കുക. എന്നിട്ട് അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഈശോ ജെറീക്കോയിൽ നിന്ന് ഏറെ ജെറുസലേമിലേക്ക് പോയപ്പോൾ ജനക്കൂട്ടം മുഴുവൻ അവനെ ഓശാന വിളിച്ച് സ്വീകരിച്ചപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ഓശാന വിളികൾക്ക് മുമ്പിൽ നിന്നു കൊടുക്കാത്ത കർത്താവ് പാവപ്പെട്ടവൻ്റെ, ഒറ്റപ്പെട്ടവൻ്റെ നിലവിളിക്ക് മുമ്പിൽ നിന്നു കൊടുത്തുകൊണ്ട് അവനോട് ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന്. ഉൾപ്രകാശത്തിൽ അവനെ തിരിച്ചറിഞ്ഞ് വിളിച്ചവൻ്റെ വിളിക്ക് മുമ്പിൽ കർത്താവ് നിന്നു കൊടുത്തു. എനിക്ക് കാഴ്ച വേണമെന്ന് പറഞ്ഞവൻ്റെ ജീവിതത്തിലേക്ക് അവൻ കാഴ്ച കൊടുക്കുകയാണ്. പിന്നെയൊന്നും സംഭവിക്കുന്നുണ്ട്. അവനവൻ്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് ഈശോയെ അനുഗമിക്കുന്നു. ഒരു യാചകനെ സംബന്ധിച്ചിടത്തോളം പുറംകുപ്പായം എന്ന് പറയുന്നത് അവൻ്റെ ഇന്നലകളുടെ അടയാളമാണ്. ഇന്നലെ വരെ അവൻ എന്തൊക്കെ സ്വരുക്കൂട്ടിയോ എന്തൊക്കെ നേടിയോ അതൊക്കെ ഉപേക്ഷിച്ച് ഈശോയെ കണ്ടപ്പോൾ ആ വഴിയെ നടന്നു നീങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മളും ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മളൊക്കെ വലിച്ചെറിയുവാനായിട്ട് ഒരു പുറംകുപ്പായം നമ്മളൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട്. പാപത്തിൻ്റെ പുഴുക്കുത്തേറ്റ പുറംകുപ്പായങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്ന നമ്മളൊക്കെ അതൊക്കെ വലിച്ചെറിയേണ്ട ഒരു അവസാന ദിവസമാണ്, ധ്യാനത്തിൻ്റെ അവസാന ദിവസം എന്ന തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാകണം. ഒരുപക്ഷെ നമ്മുടെ ദുരഭിമാനത്തിൻ്റെ ആയിരിക്കാം, നമ്മുടെ വ്യർത്ഥ ചിന്തകളുടെ ആയിരിക്കാം, നമ്മുടെ അഹങ്കാരത്തിൻ്റെ ആയിരിക്കാം, തഴക്കദോഷങ്ങളുടെ ആയിരിക്കാം, എന്തിൻ്റെയൊക്കെയോ പുഴുക്കുത്തേറ്റ പുറംകുപ്പായം വഹിച്ചുകൊണ്ട് നടക്കുന്നവരെ നമ്മളൊക്കെ ഈ പുറംകുപ്പായം വലിച്ചെറിഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും, നീ എന്റെ കോട്ടയും, നീ എന്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. നീ എൻ ദൈവം. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമാ അടിയനിതാ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അടിയനിതാ ദേവാ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. ചേർന്ന് പാടിക്കേ. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. കണ്ണുകളടച്ച് നിന്റെ മുമ്പിൽ എഴുന്നള്ളി വരിക്കുന്ന ഈശോയുടെ മുമ്പിൽ നിന്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. ഈശോയെ, ഈ രാത്രി ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിൽ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകം ഞങ്ങൾക്ക് വേണം. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ആഗ്രഹവും പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ വലിയൊരു അഭിഷേക പകർച്ച ഈ ശുശ്രൂഷ അവസരത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടതുകരം നെഞ്ചോട് ചേർത്ത്, വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടതുകരം നെഞ്ചോട് ചേർത്ത് ചില വചനങ്ങൾ പറയുമ്പോൾ ആ വചനം ഏറ്റുപറഞ്ഞ് ഈ ശുശ്രൂഷ അവസരത്തിൽ ഒരു പുതിയ അഭിഷേകം സംഭവിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുക. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, ഉച്ചത്തിൽ ഏറ്റുചൊല്ലുക. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും, എന്റെ മേൽ ആവസിക്കും. ഈ വചനത്തിന്റെ ശക്തിയാൽ എന്റെ മേൽ അത്ഭുതകരമായ ദൈവശക്തി സംഭവിക്കട്ടെ. ലൂക്കാസ് വിശേഷം
സുവിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനം എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്നെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്നെ പഠിപ്പിക്കണമേ. വലതുകരം ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്തുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു കൊള്ളുക. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്ന അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായം 10-ാം തിരുവചനം അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓ പരിശുദ്ധാത്മാവേ, ശക്തിപ്പെടുത്തണമേ. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങി. റോമാലേഖനം 8-ാം അധ്യായം 15-ാം തിരുവചനം നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറയുന്നു. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം തിരുവചനം അന്നിങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ ആത്മാവിനെ വർഷിക്കും. ഇത് സംഭവിക്കട്ടെ. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 21-ാം തിരുവചനം വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോകുക. ഓ പരിശുദ്ധാത്മാവേ, എന്നിലിത് സംഭവിക്കട്ടെ. നന്നായിട്ട് കരങ്ങൾ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ഏറ്റുപറഞ്ഞ് സാമുവേലിന്റെ 1-ാം പ്രവചനം 10-ാം അധ്യായം 6-ാം തിരുവചനം അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി എന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി മാറും. രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ടോമി പ്ലാത്തോട്ടം. കൂടരഞ്ഞി ഇടവകയുടെ കൈക്കാരനും പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറുമാണ്. 4 സെൻറ്ററുകളിലായി 1200ഓളം വീട്ടുകാർ ഈ ധ്യാനത്തിൽ പങ്കെടുത്തു. വളരെ മനോഹരമായി
എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ സെൻറ്ററുകളിലും വളരെ മനോഹരമായിട്ട് ഇത് ക്രമീകരിക്കുകയും ദൈവാനുഗ്രഹത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ഏറ്റവും ഭംഗിയായി ഏറ്റവും നന്നായിട്ട് ഇത് ക്രമീകരിക്കുകയും ചെയ്തു. ഓരോ സെൻറ്ററുകളിലെയും വൈദികർ എല്ലാ ഭവനത്തിലും കയറിയിറങ്ങി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവർക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ഈ ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച ഏറ്റവും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരാഴ്ചയായിരുന്നു. ഓരോ വ്യക്തികളും പ്രത്യേകമായിട്ട് അതിൽ വളരെ ആത്മാർത്ഥത പങ്കെടുക്കുകയും രാവിലെയും വൈകിട്ടുമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളിലും അവർ പങ്കെടുക്കുകയും ചെയ്തു. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളുടെയും ആ ഒരു കൂട്ടായ്മ, ഓരോ സെൻറ്ററുകളുടെയും കൂട്ടായ്മ ഏറ്റവും വ്യക്തമായിട്ട് കാണപ്പെട്ടു. എല്ലാവരുടെയും പങ്കാളിത്തം ഏറ്റവും മനോഹരമായിരുന്നു. ഓരോ വ്യക്തികളും ഈ ധ്യാനത്തോടുള്ള ആ പ്രതികരണം വളരെ മനോഹരമായിരുന്നു. ഓരോരുത്തരും പ്രതികരണത്തിൽ അവർക്ക് ദൈവാനുഗ്രഹമായ ഒരാഴ്ചയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ഒരാഴ്ച കൂടരഞ്ഞി ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തിയ എല്ലാ വിൻസെഷൻ വൈദികർക്കും ഇടവകയുടെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. നല്ലൊരു ധ്യാനമായിരുന്നു. ഇതിൽ ആദ്യത്തെ ദിവസം എല്ലാ ദിവസവും രാവിലെ തന്നെ എല്ലാവരും പ്രദക്ഷിണമായിട്ട് വരും. അതിൽ മുദ്രാവാക്യമൊക്കെ വിളിച്ച് വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ. പിന്നെ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിച്ചു. പിന്നെ കുറേ ക്ലാസ്സുകളൊക്കെ കേട്ടു. എല്ലാം നല്ല അടിപൊളി ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ലാസ്റ്റത്തെ ദിവസം നടത്തിയൊരു കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയുള്ളൊരു പ്രെയർ ഉണ്ടായിരുന്നു. അതായിരുന്നു. അതിൽ അപ്പച്ചനും അമ്മച്ചിയും പിള്ളേരൊക്കെ കൂടി ഒരുമിച്ച് കൈയൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ദമ്പതികളൊക്കെ തമ്മിൽ അവർ പരസ്പരം അവരുടെ മാരേജ് എങ്ങനെയായിരുന്നു അതൊക്കെ അവരിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഒന്നുകൂടി ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് അതെല്ലാം ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചെടുത്തു. എന്നിട്ട് അവർ എങ്ങനെയായിരുന്നു ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചത്, അപ്പം അവരുടെ അടുത്ത് നടന്നിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അവരെ കൊണ്ട് പരസ്പരം ക്ഷമയൊക്കെ പറയിപ്പിച്ചു. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിത് ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ധ്യാനം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.